പിന്നെ നിങ്ങളെ ഫ്രണ്ടിന്റെ തന്നെയാ? ഞങ്ങളെ ഫ്രണ്ടിന്റെയോ? എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഏത് ഫ്രണ്ടിന്റെയാ? നിങ്ങളെ ഫ്രണ്ട് ഹണിയില്ലേ, അംഗനവാടിത്തെ? ആ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിയാ. ടീച്ചർ ഇപ്പോ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ എല്ലാരോടും അവളെ വീട്ടിലേക്ക് എത്താനേ. ഞങ്ങളൊന്നുമില്ല. അതെന്താ മക്കളെ, അതിനു വേണ്ടിയല്ലേ അമ്മയും മക്കളൊക്കെ ഒരുങ്ങി നിൽക്കുന്നേ? ഇപ്പൊ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? പോരാത്തതിന് അവള് ഞങ്ങളെ ഫ്രണ്ടും അല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾ പോയില്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് സങ്കടമാവത്തില്ലയോ? ആര് പറഞ്ഞു അവള് ഞങ്ങളെ ഫ്രണ്ടാന്ന്? അവളെ ഞങ്ങളെ എനിമിയാ, എനിമി. അതെ അതെ. ദേ മക്കളെ, അങ്ങനൊന്നും പറയരുത്. അമ്മ എത്ര വട്ടം പറഞ്ഞിക്കണേ, നിങ്ങൾ കൂടെ പഠിക്കുന്നവരൊക്കെ നിങ്ങൾ കൂട്ടുകാരാ, അല്ലാതെ ആരും ശത്രുവല്ല. അങ്ങനൊന്നും ആരെയും കാണരുത് ട്ടോ. അതിന് ഞങ്ങളല്ല അവളെ ശത്രുവായിട്ട് കണ്ടത്, അവളെ ഞങ്ങളെ ശത്രുവായിട്ട് കണ്ടത്. അവള് പറയുവാ ഞങ്ങള് രണ്ടുപേരും അവളെ എനിമീസ് ആണ്. അതന്നെ, എന്നിട്ടെന്തിനാ ഞങ്ങളിപ്പോ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്നേ? അതവള് പിണങ്ങിയപ്പോ പറഞ്ഞതായിരിക്കും മക്കളെ. നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇപ്പൊ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചിരിക്കുന്നേ? അങ്ങനൊന്നും പറയില്ല മക്കളെ. ഇപ്പൊ മക്കള് പോയില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സങ്കടമാവത്തില്ലയോ? നല്ല കുട്ടികളല്ലേ. ഇനി ചിലപ്പോ ബർത്ത്ഡേ പാർട്ടിക്ക് ശേഷം അവള് നിങ്ങളായിട്ട് നല്ല കൂട്ടുകൂടുവാണെങ്കിലോ? ഇത് അതിന് നല്ലൊരു അവസരമായിട്ട് കണക്ക് കൂട്ടിയാൽ മതിയെന്നേ. വേണ്ട അമ്മ, അവളായിട്ടുള്ള കൂട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. അമ്മ വിചാരിക്കുന്ന പോലെ ആ ഹണി അത്ര നല്ല കുട്ടിയൊന്നല്ല, അവള് ചീത്തയാ. അതെ അമ്മ, അവള് കാരണം എനിക്കൊരു വയറിളക്കം തന്നെ വന്ന്, അറിയോ? ഓ, നടന്നതൊക്കെ നടന്നു മക്കളെ. ഇനിയിപ്പോ അതന്നെ ആലോചിച്ചിരിക്കലാണോ? അങ്ങനൊന്നും ചെയ്യല്ലേ. അമ്മന്റെ മക്കള് എല്ലാവരായിട്ടും നല്ല കൂട്ടായിരിക്കണം. അമ്മ പറഞ്ഞ മക്കള് കേൾക്കത്തില്ലയോ? മക്കൾ എന്തേലും വരണന്നേ. അമ്മ, ആദ്യം പിന്നെ പിറ്റേക്ക് വാവാച്ചി. അമ്മ പറഞ്ഞില്ലേ ഇനിയിപ്പോ പോയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അമ്മയും കൂടെ ഉണ്ടല്ലോ, അമ്മയും കൂടെ കാണട്ടെ അവളെ യഥാർത്ഥ സ്വഭാവം എന്താന്ന്. അത് ശരിയാ, അമ്മ മനസ്സിലാക്കട്ടെ. എന്താ മക്കളെ ഇത്രയും പറഞ്ഞിട്ടും മക്കളൊന്ന് വാശി പിടിച്ചു നിൽക്കുന്നേ? ഒന്ന് അമ്മ പറയണ കേൾക്കുന്നേ. ഞങ്ങള് വരാം. ആ, നല്ല മക്കളാട്ടോ. അല്ലേലും അമ്മയ്ക്ക് അറിയാം അമ്മന്റെ മക്കള് അമ്മ പറഞ്ഞ കേൾക്കുന്ന്. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? പോവാ. അല്ല, പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോന്ത കറുപ്പിച്ചാൽ എങ്ങനെ? മോന്ത കറുപ്പിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയാ ശരിയാവോ മക്കളെ? ഒന്ന് ചിരിക്കുന്നേ. മതിയോ? അങ്ങനെ ചിരിച്ചാ പറ്റത്തില്ലേ. നല്ലപോലെ ചിരിച്ച മുഖമായിട്ട് വാ, എന്നാലേ അമ്മ വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അമ്മ വരുന്നില്ല, അമ്മ വേണം കേട്ടോ. ഈ അമ്മനെ കണ്ട് മതിയോ? ഓ, ധാരാളം. പിന്നെ പോവാൻ നേരത്ത് നമുക്ക് മിനിയാന്റിന്റെ വീട്ടിലോട്ട് പോയിട്ടെ അവിടുന്ന് പിങ്കിനെയും കൂടെ കൂട്ടിട്ട് പോവേ. ഓക്കേ അമ്മ. അല്ല അമ്മ, കുഞ്ഞാപ്പു വരുന്നില്ലയോ? കുഞ്ഞാപ്പിന്റെ കാര്യം അറിയില്ല മക്കളെ. അവനെന്തോ ഇന്നലെ പനിയാണൊക്കെ പറയണ കേട്ടെ. അവൻ വരുന്നുണ്ടോന്ന് നമുക്ക് എന്തായാലും പോകുമ്പോ ചോദിച്ചോക്കാട്ടോ. എന്നാ വരി, മിനി അവിടെ നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ടാവും. ഉയ്യോ, ഡെക്കറേഷൻ ഒക്കെ നന്നായിട്ടുണ്ടല്ലേ. അതേടി, വലിയടുത്ത പരിപാടിയാണെന്ന് തോന്നുന്നേ. ഞാൻ കരുതി പിള്ളേരെ അംഗനവാടിത്തെ കൊച്ചാന്നൊക്കെ കരുതിയപ്പോഴേ ചെറുതായിട്ട്